മഞ്ഞുപോലെ നരച്ച താടിയും ഭംഗിയുള്ള രോമക്കുപ്പായവും അണിഞ്ഞ് നിലാവിന്റെ തെളിച്ചമുള്ള ചിരിയോടെ കുട്ടികൾക്ക് കൈനിറയെ സമ്മാനങ്ങളുമായി എത്തുന്ന സാന്റക്ലോസ്. ക്രിസ്തുമസ് ആഘോഷത്തിന്റെയും വിശുദ്ധിയുടെയും പ്രതീകമായ സാന്റക്ലോസ് AD 3-4 നൂറ്റാണ്ടുകളിൽ തുർക്കിയിലെ തുറമുഖ പട്ടണമായ പത്താറയിലെ ലിസിയയിൽ ജനിച്ച നിക്കോളാസ് എന്ന വിശുദ്ധനാണ് സാന്റക്ലോസ് എന്ന ഇതിഹാസമായി മാറിയത്. സെയിന്റ് നിക്കോളാസിനെ ഡച്ചുകാർ സിന്റർക്ലോസ് എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ അത് സാന്റിക്ലോസ് എന്നും തുടർന്ന് സാന്താക്ലോസ് എന്നുമായി മാറി. നിക്കോൾസൺ, കോൾസൺ, കോളിൻ തുടങ്ങിയ പേരുകൾ വിശുദ്ധ നിക്കോളാസിന്റെ പേരിൽ നിന്നും ഉത്ഭവിച്ചവയാണ്. വിശുദ്ധ നിക്കോളാസ് റഷ്യയുടെയും ഗ്രീസിന്റെയും പേട്രൺ സെയിന്റ് ആണ്. 19 വയസ്സുള്ളപ്പോൾ അദ്ദേഹം വൈദികനായി. യുവാവായ നിക്കോളാസ് പാലസ്തീനിലും ഈജിപ്തിലും ഒട്ടേറെ സഞ്ചരിക്കുകയുണ്ടായി. ലിസിയയിൽ തിരിച്ചെത്തിയ നിക്കോളാസ് പത്താറയ്ക്ക് സമീപമുള്ള മിറയിലെ ബിഷപ്പായി സ്ഥാനമേറ്റു. റോമാ സാമ്രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തിമാർ ക്രിസ്ത്യാനികൾക്ക് നേരെ നിഷ്ഠൂരമായ മർദ്ദനങ്ങൾ അഴിച്ചുവിട്ട് അവരെ അടിച്ചമർത്തുന്ന കാലമായിരുന്നു അത്. വിശക്കുന്നവരിലും പീഡനങ്ങൾ ഏൽക്കുന്നവരിലുമെല്ലാം നിക്കോളാസ് മെത്രാൻ യേശുവിന്റെ പ്രതിരൂപം കണ്ടു. അവർക്കു വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹത്തെ ക്രൂരതയ്ക്ക് പേരുകേട്ട ഡയക്ലീഷ്യൻസ് ചക്രവർത്തിയുടെ കാലത്ത് വധശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിലാക്കി. പിന്നീട് റോമിലെ ഭരണാധികാരിയായി വന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മതപീഡനങ്ങൾ അവസാനിപ്പിച്ചു. അദ്ദേഹം ക്രിസ്ത്യാനിയായി തീരുകയും റോമിലെ ഔദ്യോഗിക മതമായി ക്രിസ്തുമതത്തെ അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ തടവിലാക്കപ്പെട്ട ക്രിസ്ത്യാനികളോടൊപ്പം നിക്കോളാസ് മെത്രാനും മോചിപ്പിക്കപ്പെട്ടു. ജീവിതകാലത്ത് തന്റെ ചുറ്റുമുള്ള അവശരെയും ദരിദ്രരെയും നിരവധിയായി അദ്ദേഹം സഹായിച്ചു. കുട്ടികൾക്കും പാവപ്പെട്ടവർക്കുമെല്ലാം അവരറിയാതെ തന്നെ അദ്ദേഹം ക്രിസ്തുമസ് സമ്മാനങ്ങൾ കൊടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് ദരിദ്രനായ ഒരാൾക്ക് 3 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. വിവാഹപ്രായം എത്തിയിട്ടും സ്ത്രീധനം കൊടുക്കുവാനുള്ള പണം ഇല്ലാത്തതിനാൽ അവരെ വിവാഹം ചെയ്യാൻ ആരും വന്നില്ല. ഇതറിഞ്ഞ നിക്കോളാസ് മെത്രാൻ പണം നിറച്ച 3 സഞ്ചികൾ അവരുടെ വാതിലിലൂടെ അകത്തേക്കിട്ട് കൊടുത്തുവത്രേ. അങ്ങനെ ആ പെൺകുട്ടികൾക്ക് പണമുണ്ടായി എന്നറിഞ്ഞപ്പോൾ അവരെ വിവാഹം കഴിക്കുവാൻ ചെറുപ്പക്കാർ വന്നു. ഒരിക്കൽ അദ്ദേഹം വേഷം മാറി മൈറയിൽ കൂടി നടക്കുമ്പോൾ ഒരു വിധവയെ കണ്ടുമുട്ടി. അവരുടെ 3 കുട്ടികളെ ഒരു സത്രം സൂക്ഷിപ്പുകാരൻ കൊന്ന് ശവശരീരം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ നിക്കോളാസ് ആ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി കുട്ടികൾ 3 പേരും തിരികെ വന്നു എന്നാണ് ഐതിഹ്യം. അങ്ങനെയാണ് നിക്കോളാസ് കുട്ടികളുടെ എല്ലാം ഇഷ്ട ചെങ്ങാതിയായി തീരുന്നത്. ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ മുന്നൊരുക്കങ്ങൾക്കിടയിൽ ഡിസംബർ 6-നാണ് ഇദ്ദേഹത്തിന്റെ ഓർമ്മദിനം. അദ്ദേഹത്തിന്റെ മരണാനന്തരവും പലർക്കും അനുഗ്രഹങ്ങൾ ഉണ്ടായതായി ഐതിഹ്യങ്ങൾ പറയുന്നു. 3 ഉദ്യോഗസ്ഥർ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയായിരുന്നു. അവരുടെ പ്രത്യേക പ്രാർത്ഥനയാൽ ചക്രവർത്തിക്ക് സ്വപ്നത്തിലൂടെ മെത്രാൻ ദർശനമരുളുകയും മരണശിക്ഷയിൽ നിന്നും അവർ രക്ഷപ്പെടുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം. അതുപോലെ ഒരിക്കൽ ലിസിയ തീരത്ത് അപകടത്തിൽപ്പെട്ട നാവികരെ അദ്ദേഹം രക്ഷിക്കുകയുണ്ടായത്രേ. മിറയിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കപ്പേള ഉണ്ടായിരുന്നു. 6-ാം നൂറ്റാണ്ടിൽ ഈ കപ്പേള പരക്കെ അറിയപ്പെട്ടു തുടങ്ങി. AD 1087 ഇറ്റാലിയൻ നാവികർ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം തുർക്കിയിൽ നിന്നും ഇറ്റലിയിലെ ബാരിയിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ അനുഗ്രഹം നേടാൻ ഭക്തർ ബാരിയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. തീർത്ഥാടന കേന്ദ്രമായ ബാരിയിലെ സെയിന്റ് നിക്കോളാസ് ബസലിക്കയിലാണ് അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകൾ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ഡിസംബർ 6 വിശുദ്ധ നിക്കോളാസിന്റെ തിരുനാൾ തലേന്ന് സായാഹ്നത്തിൽ നിക്കോളാസ് പുണ്യവാൻ ഓരോ വീട്ടിലും എത്തി നല്ലവരായ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുമെന്നാണ് വിശ്വാസം. ക്രിസ്മസ് ഫാദറായും ന്യൂ ഇയർ ഫാദറായും വിശുദ്ധ നിക്കോളാസ് ആദ്യമായി അറിയപ്പെടുന്നത് ജർമ്മനിയിലാണ്. വിശുദ്ധ നിക്കോളാസിന്റെ തിരുനാൾ ജർമ്മനിയിൽ
പുതുവത്സര ദിനത്തിലാണ്. ഡച്ച് കുടിയേറ്റക്കാരാണ് അമേരിക്കയിൽ അദ്ദേഹത്തിന്റെ തിരുനാൾ ആഘോഷിച്ചു തുടങ്ങിയത്. ആ തിരുനാൾ അമേരിക്കൻ പാരമ്പര്യത്തിന്റെ ഒരു ഭാഗമായി തീർന്നു. അമേരിക്കയിലെ ന്യൂ ആംസ്റ്റർഡാമിൽ കുടിയേറിയ പ്രൊട്ടസ്റ്റന്റ് മതക്കാരാണ് 15-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ നിക്കോളാസിനെ സാന്റാക്ലോസ് ആയി രൂപപ്പെടുത്തിയത്. മതത്തിനതീതമായ ഒരു കഥാപാത്രമായി അവർ സാന്റാക്ലോസിനെ മാറ്റി. യൂറോപ്പിലാകെ ഇതിഹാസ പാത്രമായി മാറിയ സാന്റാക്ലോസ് യൂറോപ്യന്മാരിലൂടെ അവരുടെ മേൽക്കോയ്മയുള്ള രാജ്യങ്ങളിലേക്കും എത്തിച്ചേർന്നു. എവിടെയെല്ലാം ക്രിസ്മസ് ഉണ്ടോ അവിടെയെല്ലാം സാന്റാക്ലോസ് എന്ന ക്രിസ്മസ് ഫാദറും ഉണ്ടായിരുന്നു. പലയിടത്തും പല പേരുകളിലാണ് സാന്റാക്ലോസ് അറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിൽ ഫാദർ ഓഫ് ക്രിസ്മസ്, ഫ്രാൻസിൽ പെരെ നോയിൽ, ജർമ്മനിയിൽ വെയ്നാഷ്മൻ എന്നിങ്ങനെ. മൂന്നിന്റെയും അർത്ഥം ക്രിസ്മസ് പിതാവ് എന്നാണ്. കാർട്ടൂണിസ്റ്റായ തോമസ് നാസ്റ്റ് വരച്ച ഒരു ചിത്രത്തിൽ നിന്നാണ് നരച്ച താടിയും മീശയും കൊഴുത്തുരുണ്ട ശരീരപ്രകൃതിയുമുള്ള സാന്റാക്ലോസ് എന്ന ക്രിസ്മസ് ഫാദറിന്റെ രൂപം ഉരുത്തിരിഞ്ഞു വന്നത്. ഇറ്റ് വാസ് ദി നൈറ്റ് ബിഫോർ ക്രിസ്മസ് എന്ന കാവ്യത്തിൽ ക്ലെമന്റ് മൂൺ ഇതേ രീതിയിൽ ഒരു വയോധികന്റെ രൂപം വർണ്ണിച്ചതിൽ നിന്നാണ് തോമസ് നാസ്റ്റിന് ചിത്രം അതേ മട്ടിൽ വരയ്ക്കാൻ പ്രചോദനമായത്. എന്നാൽ കുട്ടികളെ സാന്റാക്ലോസിൽ വിശ്വസിക്കുവാൻ പഠിപ്പിക്കുന്നതിനെതിരെ എതിർപ്പുകൾ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. സാന്റ ആചാരം ക്രിസ്മസിന്റെ മതപരമായ ഉത്ഭവത്തെയും അതിന്റെ യഥാർത്ഥ ഉദ്ദേശത്തെയും അപകീർത്തിപ്പെടുത്തുന്നതാണെന്ന് ചില ക്രിസ്ത്യാനികൾ പറയുന്നു. മറ്റു ചിലർ സാന്റാക്ലോസ് ക്രിസ്മസ് കമ്പോളവൽക്കരണത്തിന്റെ അടയാളമാണെന്ന വാദത്തിലൂടെ ഈ ആചാരത്തെ എതിർക്കുന്നു. എതിർപ്പുകൾ നിലവിലുണ്ടെങ്കിലും ക്രിസ്മസിനെ സന്തോഷം നിറഞ്ഞ ഓർമ്മയാക്കി മാറ്റുന്നതിൽ സാന്റാക്ലോസിന് പ്രത്യേക പങ്കുണ്ട്. സാന്റാക്ലോസ് ക്രിസ്മസ് രാവുകളിൽ നമ്മുടെ ഹൃദയങ്ങളെ സന്തോഷപൂരിതമാക്കുന്നു. സന്തോഷത്തിന്റെ ദൂതനായ സാന്റാക്ലോസിനെ സ്വാഗതം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലും സ്നേഹവും സന്തോഷവും നിറയുന്നു.